സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ എങ്ങനെ ഡീസലിനെ റീപ്ലേസ് ചെയ്യും? കേവലം പ്രോഫിറ്റ് അല്ല, 1,15,000 രൂപ വരെ വരുന്ന ലാഭമാണ് 5 വർഷത്തെ യൂസേജ് ടൈമിൽ നിങ്ങൾക്ക് ഡീസലിൽ നിന്നും സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിന് നമ്മൾ സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് ഡീസൽ ക്രെറ്റ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കും അതുപോലെ ഈ CVT മാരുതി വിക്ടോറിയസ് ടോപ്പ് എൻഡ് വേരിയന്റുമാണ്. ARI പ്രൂവ് ചെയ്ത മൈലേജ് പ്രകാരം വിക്ടോറിയസിന് 28.65 അതുപോലെ ക്രെറ്റയ്ക്ക് 19.10 മൈലേജ് ടെസ്റ്റിംഗ് മൈലേജിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫ്യൂൽ എഫിഷ്യൻസി പ്രകാരം 1500 കിലോമീറ്റർ റൺ ചെയ്യാൻ മാരുതി വിക്ടോറിയസിന് ഹൈബ്രിഡ് വിക്ടോറിയസിന് ചെലവ് വരുന്നത് 52 ലിറ്റർ ഫ്യൂൽ ആണ്, പെട്രോൾ ആണ്. അതുപോലെ നമുക്ക് ഡീസൽ ക്രെറ്റ നിങ്ങൾക്ക് റൺ ചെയ്യാൻ ഇത്രയും കിലോമീറ്റർ റൺ ചെയ്യാൻ വേണ്ടത് 78 ലിറ്റർ ഡീസലുമാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം റൺ ചെയ്യാൻ മാരുതി വിക്ടോറിയസിന് ചെലവ് വരുന്നത് 5441 രൂപയാണ്. ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക്കിന് 7400 രൂപയുമാണ്. ഈ ഒരു ആവറേജിൽ വാഹനം ഓടിക്കുന്ന ഒരു കസ്റ്റമർക്ക് ക്രെറ്റ 5 വർഷം റൺ ചെയ്യുമ്പോൾ ഫ്യൂൽ കോസ്റ്റ് ആയി ചെലവ് വരുന്നത് 4,46,000 രൂപയാണ്. മാരുതി വിക്ടോറിയസിനാവട്ടെ 3,32,000 രൂപയോളമാണ്. അപ്രോക്സിമേറ്റ് കണക്കാണ്. ഈ കണക്കിൽ നിങ്ങൾക്ക് 1,15,000 രൂപയോളം ലാഭം മാരുതി വിക്ടോറിയസിന്റെ ഹൈബ്രിഡ് വാഹനം എടുക്കുന്നവർക്ക് പ്രോഫിറ്റ് ആണ്. എന്തുകൊണ്ടും പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു ടെക്നോളജിയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഡീസലിന്റെ കാലം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പം മെയിൻ്റനൻസ് കോസ്റ്റ് ആവട്ടെ, നിങ്ങൾക്ക് യൂസിങ്ങിനുള്ള കംഫർട്ട് ആവട്ടെ, എല്ലാം ഡീസലിനെ അപേക്ഷിച്ച് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ വാഹനത്തിന്റെ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.